ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിനെ മുറിക്കാതെ മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുക, ഇത്തിരി വലിയ പീസായിട്ട്. അപ്പം ഞാൻ കുറച്ച് നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് ബീഫ് മുറുക്കണത്, കാണിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്തു കൊണ്ടുവന്നത് കേട്ടോ. അപ്പം നമുക്ക് ബീഫിനെ കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാം. നമ്മൾ കറിക്ക് നന്നാക്കണ പോലെയല്ല, കുറച്ച് വലിയ പീസായിട്ട്. ഇത്രയൊക്കെ ഇപ്പോൾ ഇത്തിരി വലുത്, എന്നാൽ വല്ലാണ്ട് വലുതല്ല കേട്ടോ. പിന്നെ വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പെരുന്നാളായിട്ട് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ വലിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കുക, കുറച്ച് വലിയ പീസ്. കറിക്ക് ഇതിൻ്റെ രണ്ടാക്കാം നമുക്ക് കറിക്ക്. ഇത് ഇത്തിരി വലിയ പീസിലെടുക്കണം നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിക്കുള്ള ബീഫൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 കിലോയിലും മീതെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, ഉരുളി വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് സവോള വറുത്തെടുക്കുക. സവോള നന്നായിട്ട് വറുത്തെടുക്കണം. ബിരിയാണിക്കൊക്കെ വറുക്കണ മാതിരി തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ സവോള വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, കഴുകി വെച്ചതാണ്. കഴുകിയ കാരണം വെള്ളം ഉണ്ട്, അതാണ് പൊട്ടിത്തെറിച്ചത്. നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഈ ഓയിൽ കുക്കറിലേക്ക് മാറ്റാം. ഇതിൽ വാങ്ങി വെക്കിയത് നല്ല ചൂടാണ്. നമ്മൾ കുക്കറിലാണ് ബീഫ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കുക്കർ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്തതാണ്, ഈ എണ്ണ ഫുള്ളായിട്ട് ഒഴിക്കുക. ഇത് പട്ടയും ഗ്രാമ്പൊക്കെയാണ്, അത് കുറച്ച് ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് നമുക്ക് ചോറിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ 2-3 കഷ്ണം പട്ടയും കറുകപ്പട്ടയുടെ ഇലയും പിന്നെ ഏലക്കായ 3-4 ഗ്രാമ്പും ഒക്കെ ഇതിലിട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാള, നമ്മളൊരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ 10-15 ചെറിയ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ 3-4 പച്ചമുളക് ചതച്ചത് അത് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണിത് ഇട്ട് കൊടുക്കുക. ഒരുപാട് വഴക്കണ്ട, നല്ല മുരിഞ്ഞ് കിട്ടണ്ട, ഒരുവിധം മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് ആളുണ്ടെങ്കിൽ അടുപ്പത്തൊക്കെ ഇട്ടിട്ട് വേവിക്കണം. അപ്പൊ ചെമ്പിലൊക്കെ ചെയ്യാം. അതിപ്പോ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ആൾക്കല്ലേ, അപ്പൊ നമുക്കിത് കുക്കറിൽ ചെയ്താൽ മതി. നമുക്കിതിപ്പോ 3 ചെറിയ തക്കാളി കേട്ടോ ഒഴിച്ചു കൊടുക്കും. നമുക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ചിട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഫ് വലിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് ഈ സൈസിൽ. അപ്പം നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വേണം വിസിൽ കൊടുക്കാൻ. എൻ്റെ കുക്കറിന് ഇപ്പം 5-6 വിസിൽ കൊടുക്കണം. പെട്ടെന്ന് എയർ പോണ കുക്കറാണ്. അപ്പം നമുക്ക് കുക്കർ അടച്ചിട്ടൊരു 6 വിസിൽ കൊടുക്കും. അപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ അരി കുതിർത്തി വാരി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ ഒന്നാവട്ടെ. ഒരു 3/4 വേവ് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ദം ചെയ്യണ പാത്രത്തിൽ നമ്മൾ ഇതിലാണ് ദം ചെയ്യണത്. അപ്പം ഇതിലേക്ക് നമുക്ക് ബീഫ് എന്തായി നോക്കാം. നമ്മൾ
ബീഫ് അപ്പോൾ ഇവിടെ എല്ലാം വെന്തിട്ടുണ്ട്. കണ്ടു. അപ്പൊ നമുക്ക് ഈ ദം ചെയ്യണ പാത്രത്തിലേക്ക് ബീഫിനെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇടാം. നമുക്കൊക്കെ നിരത്തി കൊടുക്കുക. നമ്മൾ ചോറ് ഇതിന്റെ മുകളിലേക്കാണ് ഇടാൻ പോണേ കേട്ടോ. നമ്മുടെ ചോറ് വിടും ഒരു 3/4 ഭാഗം വെന്താൽ മതി കേട്ടോ. നമ്മളൊരു കാര്യം മറന്നുപോയി, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് ഇടാനായിട്ട്. പൈനാപ്പിളും കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കുക. ഇത് ചോറിന്റെ ഒരു ലെയറിന്റെ അടിയിൽ ഇട്ടാലും മതി. നമ്മൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.